അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്താ വായിക്കുന്നത്? ജനറൽ നോളേജാ. അച്ഛൻ എന്താ ആലോചിക്കണത്? അംബികയുടെ ഒരു എഴുത്തുണ്ടായിരുന്നു. രമണൻ ജോലിക്ക് പോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചത്രേ. ജോലിക്ക് പോകാതെ പിന്നെ എങ്ങനെ ജീവിക്കുക? അവൻ രാജിക്കത്ത് കൊടുത്തിട്ടാ മംഗലാപുരത്ത് നിന്ന് പോന്നിരിക്കുന്നത്. അവളെപ്പോഴാ അറിയുന്നത്? ജോലി ബുദ്ധിമുട്ടാണത്രേ. എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാണെന്നാ പറയുന്നത്. അതിന് പണമുണ്ടോ? ആർക്കറിയാം. ഭാഗം പിരിയാത്തോണ്ട് തറവാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാ. എന്ന് വെച്ച് എത്ര കാലം ചേട്ടൻ്റെ ഇലവിൽ കഴിയും? തറവാട്ടുകാരെ നോക്കി കൊടുത്തതാ. എന്റെ മോക്ക് ഇങ്ങനൊരു ഗതി ആയല്ലോ ദൈവമേ. അച്ഛൻ വിഷമിക്കാതിരിക്കണം. രമണേട്ടൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടാവും. പണിയെടുക്കാതെ 3 നേരവും വെട്ടി വിഴുങ്ങാറുണ്ട്. ഇത്തിരി ചോറൂടെ തരാൻ പറയടി ഏട്ടത്തോട്. നാണമില്ലേ നിങ്ങൾക്ക്? എന്തിനാടി നാണിക്കുന്നേ? ഇത് എന്റെ വീടാടി. എന്റെ ഏട്ടൻ അധ്വാനിച്ചുകൊണ്ട് വരുന്ന ചോറാ ഞാൻ ഉണ്ണുന്നേ. ഏട്ടൻ അധ്വാനിക്കുന്നേ ഏട്ടന്റെ ഭാര്യയ്ക്ക് മക്കുക എന്ന് നിനക്ക് തോന്നും, എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ നേരത്തെ ചോറെടുത്തുണ്ടോ? എല്ലാരും ഊണ് കഴിഞ്ഞിട്ട് ഞണ്ണാൻ നിന്നാലേ ചിലപ്പോ പട്ടിണി ആയി പോകും. ഞാൻ പട്ടിണി കിടന്നോളാം. അല്ലെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയരെ. എത്ര കഷ്ടപ്പാടാണെങ്കിലും എന്റെ അച്ഛൻ എന്നെ പൊന്നു പോലെ നോക്കിക്കോളും. നിന്റെ അച്ഛൻ അയക്ക് ജീവിക്കാൻ അറിയാൻ കൂടി. അയാളോടൊപ്പമുള്ള പോലീസുകാര് പണം വാരുക. വല്ലപ്പോഴും 10 ഉലുവ ചോദിച്ചാൽ തരാൻ ഇടയിലുണ്ടോ? നിന്നെ കെട്ടിട്ട് എനിക്ക് എന്തുവാ തന്നേ? 10 പവൻ. അതും മേടിച്ചോണ്ട് നിന്നെ കെട്ടി എന്നെ വേണം തല്ലാൻ. അതും വിറ്റ് തന്നില്ലേ? എന്താ ചങ്ങായിയെ കാണാൻ പോയതാ? അതെ, കേശുവിനെ കണ്ടിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു നാരങ്ങ എടുത്ത് ഉപ്പിട്ട്. ഐസില്ലേ? ഇല്ല. അച്ഛന്റെ ലൈൻ തന്നെ പഠിക്കല്ലേ? അതെന്താ? നിങ്ങള് പോലീസ് ചേർന്ന് നമ്മുടെ കേശവൻ കുട്ടി പറഞ്ഞു. അങ്ങനെ ഓടിച്ചെന്ന് ചേരാൻ പറ്റുമോ? അവര് സെലക്ട് ചെയ്താലേ കിട്ടൂ. നിങ്ങക്ക് കിട്ടൂന്നേ. മനസ്സ് നന്നായ എല്ലാം. നിന്നെ എവിടൊക്കെ തിരക്കി? എപ്പോ? 1 മണിക്കൂറായി. അന്തികേ വന്നിട്ടുണ്ട്. 1 മാസമായി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഒഴിവ് കിട്ടണ്ടേ? ഇനി ഏതായാലും കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ കൊടുക്കണോ? വേണ്ട, കുഞ്ഞാലിക്ക് അതൊന്ന് കുറിച്ചേക്ക്. ഒന്നുകൂടെ എടുക്കാം. വേണം. വേണ്ട വേണ്ട. സേതുവിനോട് മാത്രമായിട്ടൊരു കാര്യം പറയാനാ വന്ന് കേറി ഉടനെ തിരക്കി ഇറങ്ങിയത്. വരണ വഴി ഞാൻ അച്ഛനെ കണ്ടു ജംഗ്ഷനിൽ വെച്ച്. എത്രയായാലും സേതുവിന്റെ പെങ്ങടെ കെട്ടിയവനല്ലേ ഞാൻ. ആ ഒരു ബഹുമാനം വേണ്ടേ? സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും പറയണ്ടേ? അച്ഛൻ ഡ്യൂട്ടിയുടെ തിരക്കിലാവും. എന്ത് ലൂട്ടി? ദേ ഒരു കാര്യം ഞാൻ സേതുവിനോട് പറയാം. ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഈ രമണൻ. അഭിമാനം വിറ്റ് തിന്നുന്നവനല്ല. അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോണെന്ന് കരുതിയതാ. പിന്നെ സേതുവിനെ അമ്മയൊക്കെ ആലോചിച്ചപ്പോ അത് ചെയ്യാൻ മനസ്സ് വന്നില്ല. സ്നേഹമുള്ളവനാ രമണൻ. അതെനിക്ക് അറിഞ്ഞൂടെ? നീയെങ്കിലും ഉണ്ടല്ലോ എന്റെ കൂടെ. ബാക്കി എല്ലാവരും എന്നെ വെറുത്തോട്ടെ. ജോലി വേണ്ടെന്ന് വെച്ചെന്തേ? മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടക്കാം. അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ തലകുനിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. എന്നിട്ട് തരുന്നതോ വെറും 1200 ഉലുവ. നമുക്കത് സീർട്ട് വലിക്കാൻ തകയൂ? നമുക്ക് മാസം ഒരു 10,000 രൂപ കിട്ടുന്ന ജോലി വേണം. SSLCക്ക് തോറ്റ വിഷയം പിന്നെ എഴുതിയില്ലേ? എന്തേ? വല്ല കളക്ടർമാരുടെയോ ചീഫ് സെക്രട്ടറിമാരുടെയോ ഒഴിവുണ്ടായിരുന്നെങ്കിൽ നോക്കാമായിരുന്നല്ലോ. കൃഷ്ണേട്ടോ, ഒരു സന്തോഷ വർത്താനമുണ്ട്. എന്താ? ഇന്നാളെന്നെ കുറ്റപ്പെടുത്തിയില്ലേ ഞാൻ കാണിക്കുന്ന മണ്ടത്തരാന്നും പറഞ്ഞ്? ഇപ്പതേ സേതുവിന് ഇന്റർവ്യൂവിനുള്ള കള്ളാസ് വന്നിരിക്കുന്നു. അതാണോ കാര്യം? എന്താ കൃഷ്ണേട്ടോ സന്തോഷമില്ലാത്ത? എന്റെ അച്ചു, നിന്നെക്കാൾ മുമ്പ് ഞാൻ അറിഞ്ഞു വിവരം. ദേവി ഉച്ചയ്ക്ക് മുമ്പേ അറിഞ്ഞു. ഇവിടെ അതിന്റെ ആഘോഷവും കഴിഞ്ഞു. അത് ശരി. ദേവി നല്ല പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് തരാൻ പറ ഭാരതിയോട്. ഇപ്പൊ ഞാൻ പുറത്തായി. ആ തെമ്മാടി ഉണ്ടോ ഇവിടെ? എത്ര നേരമായി? പോകാം. ഈ സേതുട്ടന്റെ കൂടെ തൊഴാൻ വന്ന ഒന്നിനും സമ്മതിക്കില്ല. എപ്പോഴും ധൃതിയാ. പിന്നെന്തിനാ പോകുന്നത്? ഇത്ര മാത്രം എന്താ പറയാനുള്ളത്? ഇഷ്ടമുള്ളത് എന്തൊക്കെയാ പറഞ്ഞത്? കൊറേ പിറുപിറുക്കുന്ന കണ്ടു. മന്ത്രം ചൊല്ലിയതാ.
ദേ തോന്നി മന്ത്രമൊന്നും ചൊല്ലാൻ പാടില്ല കേട്ടോ. പറ, എന്തൊക്കെയായിരുന്നു പെറ്റീഷൻസ്? ഇന്റർവ്യൂ എളുപ്പമാവണേ, വൈകാതെ സെലക്ഷൻ ലിസ്റ്റ് വരണേ, പിന്നെ തരം കിട്ടുമ്പോഴൊക്കെ പിച്ചും മാന്തവും ചെയ്യാണ്ട് എന്നെ അങ്ങ് കൊണ്ടുപോണേ. അത് ഞാൻ തന്നെ വിചാരിക്കണം. ട്രെയിനിങ് കഴിഞ്ഞാൽ പിറ്റേന്ന് കല്യാണം, 9 മാസം 10 ദിവസം കഴിയുമ്പോ ഒരു കുട്ടി ചെയ്തു. അതത്ര പെട്ടെന്നൊന്നും വേണ്ട. ആ ഒരു കാര്യത്തിൽ കാലതാമസം പാടില്ല. അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ദേവി, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ചെയ്തു, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ദേവി, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ചെയ്തു. അങ്ങനെ 100 വർഷം കഴിയുമ്പം ഒരു കൗരവ പട. ₹300 മതിയാവില്ലല്ലേ? ധാരാളമായി. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എല്ലാം നല്ലോണം നോക്കിയിട്ടില്ലേ? അക്കാര്യത്തെ അച്ഛൻ പേടിക്കണ്ട. ഈ ശരീരം വെച്ചുകൊണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് 4th റാങ്ക് വാങ്ങിയില്ല ഞാൻ. ഇതിന് നമ്പർ 1 ആയില്ലെങ്കിലും നമ്പർ 2 എങ്കിലും നമ്പർ 2 എന്ന് വെച്ചാൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്. നമ്പർ 2 കക്കൂസി പോണത്. പോടാ അവിടെ. നിനക്ക് വീട്ടിലങ്ങനെ ഇരിക്കാൻ പാടില്ലേ? എന്തിനാ പിന്നാലെ വന്നത്? ഞാൻ സേതുവിനെ യാത്രയാക്കാൻ. അച്ഛാവന്റെ ഒരേ ഒരു അളിയനല്ലേ ഞാൻ. അല്ല, അച്ഛൻ പറഞ്ഞില്ല, ഞാൻ പൊയ്ക്കോളാം. ഇതോ വെച്ചോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? വേണ്ട അച്ഛാ. ഇതോ വെച്ചോ, എന്നാ പൊയ്ക്കോ, സമയം കളയണ്ട. ശരി. ഉം, 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 ഉം. ഇത് നിന്റെ തന്ത സമ്പാദിച്ച മുതലൊന്നുമല്ല. വണ്ടി ഇവിടെ ഇടാൻ പാടില്ല സാർ. നോ പാർക്കിംഗ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഈ കടയിൽ വരണമെങ്കിൽ പിന്നെ തന്റെ നെഞ്ചത്തുണ്ടോ വണ്ടി? താനെന്തിനാ ഈ പോലീസ് സ്റ്റേഷനെ പിടിച്ച് തള്ളിയത്? എന്റെ അനുവാദം കൂടാതെ എന്റെ വണ്ടിയുടെ ഹോൺ അടിച്ചേനാ. ആ, വണ്ടി എടുത്ത് മാറ്റ്. എനിക്ക് ഈ കടയിലാ പോവേണ്ടത്. വണ്ടി എടുത്ത് മാറ്റാ റാസ്കൽ. മാറ്റാൻ മനസ്സിലെങ്കിലോ? രാജു, സാരമില്ല, നടക്കട്ടെ, നമുക്ക് ഇനി വന്നേന്ന്. സാറേ, ഇത് നമ്മുടെ MLA മോന രാജു. MLA മോനായാലെന്താ? പ്രത്യേക നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ സ്റ്റേഷൻ വരാൻ പറ, അപ്പൊ കൊടുത്തുവിടാൻ വണ്ടി. താൻ ചെയ്ത് ഇത്തിരി കടന്ന കൈയായി പോയി. പോലീസ് കോൺസ്റ്റബിളിനെ പിടിച്ച് തള്ളിയതോ സാറേ? MLA മോനായോണ്ട് നിയമവും മര്യാദയൊന്നും വേണ്ടെന്നാണോ? താൻ എന്നെ കൊണ്ട് പുലിവാല് പിടിപ്പിക്കും. 6 മാസം കൂടെ ഉള്ളു. അതിനുമ്പ് തൊപ്പി തെപ്പിക്കോ താൻ. സാർ ഇങ്ങനെ പേടിച്ചാ എങ്ങനെയാ? തനിക്കത് പറയാം. ഒറ്റ രാത്രി കൊണ്ടൊരു മന്ത്രിസഭ വിളിച്ചാണ് അയാള്. പിന്നെ ആ ഒരു പോലീസ് സ്റ്റേഷൻ. ഹലോ, അതെ. അതെ സാർ, SI ആണ് സാർ. സാർ, ഒരബദ്ധം പറ്റിപ്പോയതാ. ഞാൻ നിരപരാധിയാണ് സാർ. അതെ സാർ, ഹെഡ് കോൺസ്റ്റബിൾ നമ്പർ 2624 അച്യുതൻ നായർ. സാർ, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. അയാളൊരു പാവമാണ് സാർ. 2 തവണ ഗുഡ് സർവീസ് സെന്റർ വാങ്ങിയ ആളാണ്. അതെ സാർ, ഞാൻ പറയാം സാർ. താങ്ക് യു സാർ. രക്ഷപ്പെട്ടു താൻ. വേഗം കാർ MLA വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ചെറുക്കനോട് മാപ്പ് പറ. ഞാനോ? പിന്നെ ആരാ? സമയം കളയാതെ വേഗം ചെല്ല്. എന്റെ പട്ടി പോവും. 25 വർഷമായി സാറേ കാക്കിടാൻ തുടങ്ങിയിട്ട്. എനിക്ക് കുപ്പായത്തോട് ബഹുമാനമുണ്ട്. ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇത് അഴിച്ചു വെക്കേണ്ടി വന്നാൽ ഞാൻ തയ്യാറാണ്. നന്നായിട്ട് തൂമ്പ എടുത്ത് കളിക്കാൻ അറിയാം സാറേ.